വെൽക്കം ബാക്ക് ടു മീന സിജിൻ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ? ഇന്നൊരു മിനി ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള ലുലു മാളിലേക്കാണ്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത യാത്രയൊന്നും അല്ല. സൺഡേ ആയിട്ട് ബ്രദർ വിളിച്ചിട്ടുണ്ടായിരുന്നു ലുലു വരെ പോയാലൊന്ന് ചോദിച്ച്. അങ്ങനെ പോകുന്നതാണ്. അവർ കാറിലാണ് വരുന്നത്. കാരണം ബ്രദർ അവിടെ ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ എത്തണം. അതുകൊണ്ട് അവർ നേരത്തെ പോയി അവരവിടെ എത്തിയിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. നമ്മൾ നേരെ പോകുന്നത് ഫണ്ടൂറയ്ക്കകത്താണ്. അപ്പോൾ ചേച്ചിയും പപ്പയും പിള്ളേരും കൂടെ അതിനകത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗായ്സ്, നമ്മൾ ട്രിവാൻഡ്രം ലുലുവിൽ എത്തിയിരിക്കുകയാണ്. ഒത്തിരി നാളായതുപോലെ തോന്നുന്നു ഇവിടെ വന്നിട്ട്. ഏകദേശം 5 മാസത്തിൽ കൂടുതലായി. എൻ്റെ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് വന്നത്. ചേട്ടൻ ഇവിടെ പിരിയാറിനകത്ത് ഷെഫായിരുന്നു. അപ്പോൾ ഒത്തിരി നാളായതുപോലെ തോന്നുന്നു ഗായ്സ് ഇവിടെ വന്നിട്ട്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് വണ്ടി പാർക്ക് ചെയ്യാനാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ബ്രദർ വന്നപ്പോൾ പപ്പയും കൂടെ കൊണ്ടാണ് വന്നത്. അമ്മയില്ല, അമ്മ ജോലിക്ക് പോയി. അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ പപ്പ ഫസ്റ്റ് ടൈമല്ലേ വരുന്നത്, അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. ഇനി നമ്മൾ നേരെ അവർ നിൽക്കുന്നിടത്തേക്കാണ് പോകുന്നത്. അവർ ഫണ്ടൂറയ്ക്കകത്തുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി പൊന്നൂനെയും മിന്നൂനെയും കാണാം. അപ്പോൾ അവിടെ പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗായ്സ്, നമ്മൾ ഫണ്ടൂറയ്ക്കകത്തേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് കയറി പോകണം, കുറേ കയറാനുണ്ട്. അപ്പം നമ്മൾ കൊച്ചു പിള്ളേരെ പോലെ ഞാനും ചേട്ടനും കളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ സ്റ്റെപ്പിലാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ ലൈറ്റ് കത്തും, മ്യൂസിക്കും കേൾക്കും. അപ്പോൾ അതൊക്കെ കളിച്ചാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗായ്സ്, ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഇനിയിപ്പോൾ നോക്കിക്കോ, സ്റ്റെപ്പ് കയറുമ്പോൾ ലൈറ്റ് കത്തുന്നത് കാണാം. കണ്ടോ ഗായ്സ്, നല്ല രസമായിരുന്നേ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിൽ ഏറ്റവും കൊച്ചു പിള്ളേർ നമ്മളാണെന്ന് തോന്നുന്നു. അതുപോലെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങി അവരെ അന്വേഷിച്ച് പോവുകയാണ് ഗായ്സ്. അവരെ കാണാനില്ല, എനിക്ക് തോന്നുന്നു അവർ താഴെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ വിളിച്ചിട്ട് പോവാം ഗായ്സ്. അങ്ങനെ ഗായ്സ്, തിരഞ്ഞ് നമ്മൾ അവരുടെ അടുത്തെത്തിയേ. ആൾക്കാണെങ്കിൽ ടെഡി ബിയർ വേണം, അതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇത് ഒരെണ്ണം ട്രൈ ചെയ്തു ഗായ്സ്, പക്ഷേ കിട്ടിയില്ല. സംഭവം പാളിപ്പോയി. അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും ബഹളമായി ഗായ്സ്. ഒരു വിധത്തിലാണ് അവരെ പറഞ്ഞു നിർത്തിയത്. എൻ്റെ ഹസ്ബൻഡിനെ പൊന്നു ആണെങ്കിൽ വിളിക്കുന്നത് അക്കു എന്നാണ്. അതാണ് എൻ്റെ പപ്പ, ഇതാണ് ചേച്ചി. പൊന്നു മിന്നു എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അവർ അക്കു എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും അങ്ങനെയാണ് വിളിക്കുന്നത്. ഞാൻ ചിക്കു എന്ന് വിളിക്കുന്നത് കേട്ട് അവർ അതിനെ അക്കു എന്നാക്കി. ഇപ്പം അക്കു മാമ എന്നേ വിളിക്കാറുള്ളൂ അവർ. അങ്ങനെ അവരെ കൊണ്ട് എല്ലാ റൈഡിലും കയറ്റുകയാണ്. ആൾക്ക് പൊടിച്ചിക്ക് ഭയങ്കര പേടിയാണ് എല്ലാത്തിലും കയറാൻ. പക്ഷെ പൊന്നും അങ്ങനെയല്ല, അവൾ നല്ല മിടുക്കിയാണ്, എല്ലാത്തിലും ഓടി കയറാനൊക്കെ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്.
അങ്ങനെ ഗായ്സ് എല്ലാ റൈഡിലൊക്കെ കയറി ലാസ്റ്റ് ഞാനും കൂടെ അവരോടൊപ്പം ചേർന്നു. ഞാനും ചേച്ചിയും പൊന്നും കൂടെയാണ് അടുത്ത ഗെയിം കളിക്കുന്നത്. ഞാനും പൊന്നും ബോളിന് വേണ്ടി അടിയാണ്. പൊന്നു ആണെങ്കിൽ അങ്ങോട്ട് മാറെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിട്ടുകൊടുക്കില്ല ഗായ്സ്. അങ്ങനെ അവർ വീണ്ടും റൈഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇനി സ്കൂൾ തുറന്നാൽ ഇവിടെ കൊണ്ടുവരത്തില്ലല്ലോ. വെക്കേഷന് മാത്രമേ ലുലുവിൽ അവരെ കൊണ്ടുവരാറുള്ളൂ. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരിക്കൽ കൊണ്ടുവന്നാൽ മതി, പിന്നെ എപ്പോഴും കരയും. മറിച്ച് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെക്കേഷന് മാത്രമേ ലുലു ഉള്ളൂ എന്നാണ്. അങ്ങനെ ഗായ്സ് അവർ റൈഡിലൊക്കെ കയറി ക്ഷീണിച്ചപ്പോൾ ചിക്കു കൊണ്ടുവന്ന് അവർക്ക് മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തിരുത്തിയിരിക്കുകയാണ്. പിന്നെ ചിക്കൻസിൽ പോയി ഫ്രൈഡ് ചിക്കനും വാങ്ങിക്കൊണ്ടുവന്നു. അതൊക്കെ കഴിച്ചു. പപ്പ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി. കാരണം പപ്പ ഇതൊന്നും കഴിക്കാറില്ല. വാങ്ങിക്കൊടുത്തപ്പോൾ നന്നായിട്ട് കഴിച്ചു. പിന്നെ നമ്മൾ മോമോസിൽ പോയി മോമോസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പപ്പ കഴിച്ചു. അതും പപ്പ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ അവർ കഴിക്കാത്ത ഒരു സാധനം അവർ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗായ്സ്. അങ്ങനെ വീണ്ടും അവരെ കൊണ്ടുപോയി നമ്മൾ റൈഡിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ഗായ്സ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ മൂവി കഴിഞ്ഞ് തിരിച്ചെത്തി. പൊന്നിനൊരു മങ്കി എടുത്തു കൊടുത്തിട്ടുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയായി. ഒരെണ്ണം ചോദിച്ചപ്പോൾ 3 കിട്ടി. 2 ഡോഗും ഒരു മങ്കിയും. അപ്പോൾ ഈ ഒരു ഡോഗാണ് എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് തന്നപ്പോൾ ചിക്കു എന്നെ കളിയാക്കിയാണ്. പൊന്നിനെയും മിന്നിനേക്കാളും ഏറ്റവും ചെറിയ ആൾ ഞാനാണെന്ന് പറഞ്ഞ്. ഞാൻ അതുതന്നെ ഒന്നും ചെവി കൊടുത്തില്ല ഗായ്സ്. കാരണം എനിക്ക് ഡോഗിനെ കിട്ടിയല്ലോ. അതുകൊണ്ട് ഞാനും വളരെ ഹാപ്പിയായി. അങ്ങനെ പൊന്നിനെ വീണ്ടും റൈഡിൽ കയറ്റി വേണം. വീണ്ടും ക്ഷീണിച്ചപ്പോൾ ഒരു വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്ത് അത് കുടിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ബ്രദർ പോയി കിഴി പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് പൊന്നു ടെഡിയിലൂടെയൊക്കെ കളിക്കുകയാണ്. പിന്നെ നമ്മൾ തിരക്കായി തുടങ്ങിയപ്പോൾ ഇറങ്ങി ഗായ്സ്. സൺഡേ കൊണ്ട് അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണ്. ഇനി ഇവരെ യാത്രയാക്കണം. ഇവരെ യാത്രയാക്കിയിട്ട് നമുക്ക് പോകണം. അങ്ങനെ ഗായ്സ് അവരെ യാത്രയാക്കിയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾക്ക് ഇനി മുകളിൽ പോയിട്ട് വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗായ്സ്.